എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വിഷ്ണീയത്തില് ഗ്രഹങ്ങളുടെ ജാതികളെ പറ്റി പറയുന്ന പങ്കെടുക്കാം. 1-ാം അധ്യായത്തിൽ 31-ാം ശ്ലോകത്തിൽ പറയുന്നത് വിപ്രൗ ഭൃഗുദേവഗുരു ക്ഷത്രിയ ഭാവവും ദിവാകരോർബീജൗ വൈശ്യൗ ബുധചന്ദ്രമസൗ ശനൈശ്ചര ശൂദ്ര സങ്കരകൃത്. വിപ്രൗ എന്ന് വെച്ചാൽ വിപ്രം വെച്ചാൽ ബ്രാഹ്മണന്മാർ. ഭൃഗു ദേവഗുരു, ശുക്രനും ദേവഗുരുവായിട്ടുള്ള വ്യാഴം ബൃഹസ്പതിയും വിപ്രന്മാരാണ്, ബ്രാഹ്മണരാണ്. ക്ഷത്രിയ ഭാവവും ദിവാകരോർവീജവും, ദിവാകരൻ എന്ന് വെച്ചാൽ സൂര്യൻ, ഉർവീജൗ എന്ന് വെച്ചാൽ ചൊവ്വ, ഉർവി എന്ന് വെച്ചാൽ ഭൂമി, ഉർവീജൗ എന്ന് വെച്ചാൽ ഭൂമിപുത്രൻ എന്നർത്ഥം. ഭൂമിപുത്രനായിട്ടുള്ള ചൊവ്വയും ദിവാകരനായിട്ടുള്ള സൂര്യനും ക്ഷത്രിയന്മാരാണ്. വൈശ്യവും ബുധചന്ദ്രമസവും, വൈശ്യൻ എന്ന് വെച്ചാൽ കച്ചവടം ചെയ്ത് നടത്തുന്ന ആൾക്കാർ. ബുധചന്ദ്രമസവും, ബുധനും ചന്ദ്രനും വൈശ്യന്മാരാവും. ശനൈശ്ചര ശൂദ്ര സങ്കരകൃത്യം, ശനിയെ കൊണ്ട് ശൂദ്രന്മാരെയും സങ്കരജാതികളെയും ചണ്ടാലന്മാരെയും ഒക്കെ പറയുന്നു. ഇവിടെ ജാതി ഭേദത്തെയാണ് ഇവിടെ പറയുന്നത്. അതായത് ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഇങ്ങനെ അത്യാവശ്യം ഇതില് ശൂദ്രന്മാർക്ക് ഭൂമിക്ക് അവകാശമില്ല. വൈശ്യന്മാർക്കും ക്ഷത്രിയന്മാർക്കും ബ്രാഹ്മണർക്കുമാണ് ഭൂമിയുടെ അവകാശം. ശൂദ്രന്മാര് ഇവർക്ക് ഈ 3 കൂട്ടർക്കും വേണ്ടി ജോലി ചെയ്യാനുള്ള ജനങ്ങളായിട്ടാണ് മുമ്പ് കണക്കാക്കപ്പെട്ടിരുന്നത്. വിപ്രോ ഭൃഗുദേവഗുരു ക്ഷത്രിയ ഭാവവും ദിവാകരോർവീജവും വൈശ്യവും ബുധചന്ദ്രമസവും ശനൈശ്ചര ശൂദ്ര സങ്കരത്തിൽ. ഞാൻ എന്റെ വിശദീകരണത്തിലേക്ക് പോവാം. ശുക്രനും വ്യാഴവും ബ്രാഹ്മണ ജാതിയാവുന്നു. സൂര്യനും ചൊവ്വയും ക്ഷത്രിയ ജാതിയും, ബുധചന്ദ്രന്മാർ വൈശ്യജാതിയും, ശനി ശൂദ്രജാതിയും സങ്കരജാതികളുമാണ്. ഈ വിധമാണ് ഗ്രഹകാരകത്വങ്ങൾ. അപ്പം ശനി ശൂദ്രനും രാഹു സങ്കരജാതിയും എന്ന് വേർതിരിച്ചു പറയാം. രാശികളിൽ മീനം, കർക്കടം, വൃശ്ചികം ബ്രാഹ്മണ ജാതിയും. ആദ്യം പറഞ്ഞല്ലോ, വ്യാഴത്തിന്റെയും ശുക്രന്റെയും രാശികൾക്ക് വേറെയും പറഞ്ഞിട്ടുണ്ട്. മീനം, കർക്കടം, വൃശ്ചികം ബ്രാഹ്മണ ജാതിയും, മേടം, ചിങ്ങധനു ക്ഷത്രിയ ജാതിയും, ഇടവ, കന്നി, മകരം വൈശ്യജാതിയും, മിഥുന, തുലാ, കുംഭം ഇപ്പൊ ശൂദ്രജാതിയുമായി കണക്കാക്കണം. രാശികളെ കൊണ്ട് അങ്ങനെയാണ്. നേരത്തെ ഗ്രഹങ്ങളെ കൊണ്ടാണ് പറഞ്ഞത്. രാശികളെ കൊണ്ട് പറഞ്ഞ് മീനം തുടങ്ങിയത്, മീനം ത്രികോണങ്ങൾ, മീനം, കർക്കിടകം, വൃശ്ചികം ഇവ ബ്രാഹ്മണ ജാതികളും, മേട, ചിങ്ങ, ധനു ക്ഷത്രിയ ജാതികളും, ഇടവ, കന്യ, മകരങ്ങള് വൈശ്യജാതിയും, മിഥുന, തുലാ, കുംഭങ്ങള് ശൂദ്രജാതിയുമായിട്ട് എടുക്കും. രാശികൾ എടുക്കുമ്പോൾ ആദിത്യൻ ശുദ്ധ ക്ഷത്രിയനാകുന്നു, കുജൻ സാമന്തനാകുന്നു, ഗുരു ശുദ്ധ ബ്രാഹ്മണനാകും, ശുക്രൻ ക്ഷത്രിയ ബ്രാഹ്മണനാകും, ചന്ദ്രൻ ശുദ്ധ വൈശ്യനാകുന്നു, ബുധൻ ശൂദ്ര വൈശ്യനാകുന്നു, രാഹു ചണ്ടാലനും ആകുന്നു. ചണ്ടാലെന്ന് വെച്ചാൽ പിന്നെ ശൂദ്രജാതിയേക്കാൾ താഴെയുള്ള വിഭാഗങ്ങളിൽ ചണ്ടാല ജാതിയുണ്ട്. ഗ്രഹം, രാശി, ദ്രേക്കാണം എന്നിവയിൽ അധികം ബലമുള്ളത് കൊണ്ട് മനുഷ്യരുടെ ജാതിയെ ചിന്തിക്കണം. രാശിക്കോ ഗ്രഹത്തിനോ അല്ലെങ്കിൽ ഇവിടെ ദ്രേക്കാണത്തിനോ ബലം ഉള്ളതനുസരിച്ച് മനുഷ്യന്റെ ജാതിയെ പറയും. ഗുരു സ്വക്ഷേത്രത്തിലോ മിത്രക്ഷേത്രത്തിലോ ഉച്ചസ്ഥാനത്തോ ബ്രാഹ്മണ രാശിയിൽ നിന്നാൽ ശുദ്ധ ബ്രാഹ്മണ ജാതിയിലാണ് ജനിച്ചതെന്ന് പറയും. പകൽ രാശിയിൽ സൂര്യന് ബലം വരും, രാത്രി രാശിയിൽ ചന്ദ്രന് ബലം വരും. ശനി ബ്രാഹ്മണ രാശിയിൽ നിന്നാൽ ചിന്തിക്കപ്പെടുന്ന പുരുഷൻ ബ്രാഹ്മണ പരിചാരകനായ ശൂദ്രനാണെന്ന് പറയും. രണ്ടായാലും ബ്രാഹ്മണനാവില്ല. ശനി ബ്രാഹ്മണ രാശിയിൽ നിന്നാൽ ചിന്തിക്കപ്പെടുന്ന പുരുഷൻ ബ്രാഹ്മണ പരിചാരകനായ ശൂദ്രനാണെന്ന് പറയും. ഏതംശത്തിലാണോ നിൽക്കുന്നത് ആ രാശിക്ക് പറഞ്ഞ ദിക്കിലുള്ളവനായിരിക്കും, ആ ദേശക്കാരനായിരിക്കും. അപ്പൊ ആ ഗ്രഹം
നിൽക്കുന്ന രാശിയുടെ ദിക്ക്, രാശിയുടെ അംശക ദിക്ക് എത്രാമത്തെ ഡിഗ്രിയിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഉണ്ടാക്കുന്ന നവാംശ രാശി ഏതാണോ ആ ദിക്ക് ആ രാശിക്ക് പറഞ്ഞ ദിക്കിലാണ് ഉള്ളവനായിരിക്കും ഈ പരിചാരകൻ. ക്ഷത്രിയ ഗ്രഹം ബ്രാഹ്മണ രാശിയിൽ നിന്നാൽ ബ്രാഹ്മണന് ക്ഷത്രിയ സ്ത്രീയിൽ ജനിച്ചവനാണെന്ന് പറയും. ക്ഷത്രിയ ഗ്രഹം പറഞ്ഞല്ല ചൊവ്വ, അതുപോലെ തന്നെ സൂര്യൻ. ഇത് ബ്രാഹ്മണ രാശി എന്ന് വെച്ചാൽ മീനം, കർക്കടകം, വൃശ്ചികം ഈ രാശികളിൽ നിന്നാലും ക്ഷത്രിയ ഗ്രഹം ബ്രാഹ്മണ രാശികളിൽ നിന്നാൽ ബ്രാഹ്മണൻ ക്ഷത്രിയ സ്ഥിതിയിൽ ജനിച്ചവനാണെന്ന് പറയും. വിവിധം വൈശ്യഗ്രഹം ക്ഷത്രിയ രാശിയിൽ നിന്നാൽ ക്ഷത്രിയന് വൈശ്യസ്ത്രീയിൽ ഉണ്ടായവനാണെന്ന് പറയും. ശൂദ്രഗ്രഹം വൈശ്യരാശിയിൽ നിന്നാൽ വൈശ്യന് ശൂദ്ര സ്ത്രീയിൽ ജനിച്ച ഇവനാണെന്ന് പറയും. ഇക്കാലത്ത് ചാതുർവർണ്ണ്യം അത്ര പൂർണ്ണമായി നടപ്പാക്കാറില്ല. അതിനാൽ 7ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് അനുസൃതമായ ജാതിയിൽ നിന്ന് വിവാഹം ഉണ്ടാകുമെന്ന് പറയണം. രാഹു സംബന്ധമുണ്ടെങ്കിൽ ചണ്ടാല ജാതി എന്നോ മിശ്രജാതി എന്നോ പറയാം. അന്യമതസ്ഥനെ വിവാഹം കഴിക്കുമെന്നോ, രാഹുവിനുള്ള ഗ്രഹസംബന്ധം അനുസരിച്ച് അതിൽ തന്നെ വിവിധ ജാതികളെയും പറയാം. 7ാം ഭാവാധിപന്റെ വർഗത്തിൽ ശനി സംബന്ധം കൂടുതലായി വരികയും ഗ്രഹം ഉച്ചം മുതലായ നല്ല ബലത്തിലിരിക്കുകയാണെങ്കിൽ അന്യജാതിയിൽപ്പെട്ട നല്ല അവസ്ഥയിലുള്ള ആളെ വിവാഹം കഴിക്കുമെന്ന് പറയും. ആ ഗ്രഹം ലഗ്നവുമായുള്ള ബന്ധമാണ് വിവാഹത്തിന്റെ ഐക്യത്തെ സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ജാതകത്തില് ലഗ്നാൽ 7 ശനി നിന്നാല് ആ ലഗ്നം കൊണ്ട് ഏത് ജാതിയിലാണോ ജനിച്ചത് ജാതകം, അതിന്റെ 7ാം രാശിയിൽ ശനി നിന്നാൽ അവൻ ശൂദ്രജാതിയിൽ നിന്ന് വിവാഹം കഴിക്കും എന്ന് പറയും. രാഹുവിനോട് കൂടിയിട്ടാണ് ഗ്രഹം നിൽക്കണമെങ്കിൽ ചണ്ടാല ജാതിയിൽ നിന്ന് ജനിക്കും എന്ന് പറയും. ഇപ്പോൾ 7ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ ബ്രാഹ്മണ ജാതിയിൽ നിന്ന് വിവാഹം കഴിക്കും എന്ന് പറയും. പക്ഷെ ആ ശുക്രന് ശനിയുടെയോ അല്ലെങ്കിൽ രാഹുവിന്റെയോ സംബന്ധം ഉണ്ടായാൽ മിശ്രജാതിയിൽ ബ്രാഹ്മണ സ്ത്രീ ഉണ്ടായ ശൂദ്ര സ്ത്രീ ശൂദ്രനെ അല്ലെങ്കിൽ മിശ്രം ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും 2 ജാതികളിൽ നിന്ന് ഉണ്ടായ മിശ്ര ജാതിയിലുള്ളവനെ വിവാഹം കഴിക്കും എന്ന് പറയും. അങ്ങനെ നമ്മൾ ഈ വിഷയത്തില് ജാതകത്തിലുള്ള ഗ്രഹസ്ഥിതിക്കനുസരിച്ച് ഏത് ജാതിയിൽ നിന്ന് പറയും. 7ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് നല്ല ബലം ഉണ്ടാവുക, ലഗ്നാധിപനായിട്ട് ലഗ്നവും ആയിട്ടും ലഗ്നാധിപനായിട്ടും ബന്ധം ഉണ്ടായാൽ വിവാഹം അത്തരത്തിലുള്ള ജാതിയിൽ തന്നെയാണ് സംഭവിക്കാന്ന് പറയുന്നു. ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ 7ാം ഭാവത്തിൽ നിന്നാൽ ആദ്യം വരുന്ന ഗ്രഹത്തിന്റെ ദശാകാലത്ത് ആ ജാതിയിലുള്ളവരെയും പിന്നെ വരുന്ന ഗ്രഹത്തിന്റെ ദശാകാലത്ത് മറ്റുള്ളവരെയും വിവാഹം കഴിക്കും എന്ന് പറയും. ശരി, വിശദമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ്. വലിയ 1 മണിക്കൂർ ചർച്ച ചെയ്യാനുള്ള വിഷയം പക്ഷെ ചുരുക്കി പറഞ്ഞിരിക്കുന്നു. ഇത് സംബന്ധിച്ച് മുൻപ് നടത്തിയിട്ടുള്ള വെബിനാറുകൾ ശ്രദ്ധിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ജാതിഭേദം 7ാം ഭാവം കൊണ്ട് വിവാഹത്തിന്റെ കാര്യത്തിൽ ചിന്തിക്കേണ്ടത്, അതുപോലെ തന്നെ അച്ഛൻ്റെ അമ്മയുടെ അതുപോലത്തെ സഹോദരങ്ങൾക്ക് വിവാഹം കഴിക്കുന്നത്, ഇതെല്ലാം ജാതിഭേദത്തെ ചിന്തിച്ച് സൂക്ഷ്മമായിട്ടുള്ള ഒരു ഫലം പറയാൻ പറ്റണം. രാഹു നിന്നാൽ ജാതിയല്ല അന്യ മതസ്ഥരെ തന്നെ പറയണം. 7ാം ഭാവത്തിൽ രാഹു നിന്നാൽ മതക്കാരെ വിവാഹം കഴിക്കും എന്ന് പറയും. ശരി.